MG യൂണിവേഴ്സിറ്റിയുടെ ഫസ്റ്റ് BSc കോംപ്ലിമെൻ്ററി സ്റ്റാറ്റിസ്റ്റിക്സ് പേപ്പറായിട്ടുള്ള ഡിസ്ക്രിപ്റ്റീവ് സ്റ്റാറ്റിസ്റ്റിക്സിലെ പാർട്ട് C ക്വസ്റ്റ്യൻസ് ആണ് നമ്മൾ ഈ വീഡിയോയിൽ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. അതിലത്തെ ഫസ്റ്റ് ക്വസ്റ്റ്യൻ നോക്കാം. ഡിഫൈൻ സെക്കൻഡറി ഡാറ്റ. മെൻഷൻ സം സോഴ്സസ് ഓഫ് ദി സെക്കൻഡറി ഡാറ്റ. ആൻഡ് അതിലത്തെ B പാർട്ട്, വാട്ട് ആർ ദ മെയിൻ പോയിൻറ്റ്സ് ടു ബി റിമെമ്പേർഡ് ബിഫോർ യൂസിങ് സെക്കൻഡറി ഡാറ്റ. Secondary data are the data collected by someone else for his purpose and is utilized by the investigator for his study. The collection of secondary data has the advantage of being less time consuming and less expensive. Secondary data can be collected from published and unpublished sources. ഇപ്പോൾ സെക്കൻഡറി ഡാറ്റ എന്ന് പറയുന്നത് നമ്മൾ നേരിട്ട് കളക്ട് ചെയ്യുന്ന ഡാറ്റയല്ല, മറ്റാരോ അവരുടെ ആവശ്യത്തിന് വേണ്ടി കളക്ട് ചെയ്തിരിക്കുന്ന ഡാറ്റയെ നമ്മളെ ആവശ്യത്തിന് വേണ്ടി യൂസ് ചെയ്യുകയാണെങ്കിൽ അത്തരം ഡാറ്റയെ നമ്മൾ സെക്കൻഡറി ഡാറ്റ എന്നാണ് പറയുന്നത്. അപ്പോൾ സെക്കൻഡറി ഡാറ്റ നമുക്ക് പബ്ലിഷ്ഡ് ആയിട്ടോ അൺപബ്ലിഷ്ഡോ ആയിട്ടുള്ള സോഴ്സുകളിൽ നിന്ന് നമുക്ക് കളക്ട് ചെയ്യാൻ പറ്റും. സോഴ്സസ് ഓഫ് സെക്കൻഡറി ഡാറ്റ. 1. Official publications of central, state and local governments. Official publications of the foreign governments and international bodies like UNO and its subordinate bodies. Records and publications of trade organizations, banks, corporate associations, etc. Records submitted by economists, research scholars, etc. അപ്പം ഇതൊക്കെയാണ് സെക്കൻഡറി ഡാറ്റയുടെ ചില സോഴ്സസ്. അതിൻ്റെ അടുത്ത പാർട്ടിലേക്ക് പോവാം. ദ മെയിൻ പോയിൻറ്റ്സ് ടു ബി റിമെമ്പേർഡ് ബിഫോർ യൂസിങ് സെക്കൻഡറി ഡാറ്റ ആർ റിലയബിൾ ഏജൻസി. വി മസ്റ്റ് എൻഷുർ ദാറ്റ് ദ ഏജൻസി ദാറ്റ് ഹാസ് പബ്ലിഷ്ഡ് ദ ഡാറ്റ ഷുഡ് ബി റിലയബിൾ. Suitable purpose of investigation. The investigator must ensure that the data are quite suitable for the purpose of the inquiry or a study. Adequate data. Adequacy of the data is needed to be judged in the light of the requirements of the survey and also the geographical area covered by the available data. Definition of units. The investigator must also ensure that the definitions of the units used by him are the same as in the same investigation. Degree of accuracy. The investigator is required to keep in mind the degree of accuracy that is maintained by each investigator. Time and condition of collection of facts. This is to be ascertained before making use of the available data about the period and conditions the data is collected. Comparison. The investigator should keep in mind whether the secondary data is reasonable, consistent and comparable to his required study or not. Test checking. The use of the secondary data must do the test checking appropriately and see that the totals and rates are correctly calculated. Homogeneous condition. It is not safe to use the published statistics as their face value without knowing their means, values and limitations, which might be irrelevant totally. ഇപ്പോൾ നമ്മൾ സെക്കൻഡറി ഡാറ്റ ഉപയോഗിക്കുന്നത് മറ്റാരോ അവരുടെ ആവശ്യത്തിന് വേണ്ടി കളക്ട് ചെയ്തിരിക്കുന്ന ഡാറ്റ ആയിരിക്കണം. അപ്പം നമ്മൾ ചില കാര്യങ്ങൾ നമ്മൾ എന്ത് ചെയ്യണം, അത് ഉപയോഗിക്കുന്നതിന് മുമ്പ് ഉറപ്പ് വരുത്തണം. ഒരേ ടൈം, അത് എടുത്ത ടൈം പീരിയഡ് ഏതാണ്, അത് എത്രത്തോളം റിലയബിൾ ആയിട്ടുള്ള വിശ്വസനീയമായൊരു ഏജൻസിയാണ് കളക്ട് ചെയ്തത്, അത് എത്തരം കണ്ടീഷൻസിലാണോ കളക്ട് ചെയ്തത്, അതായത് പിന്നെ നമുക്ക് വേണ്ടത്ര ഡാറ്റകൾ അതിലുണ്ടോ, ആവശ്യമുള്ള വിവരങ്ങളെല്ലാം ആ ഡാറ്റയിലുണ്ടോ. അപ്പം അങ്ങനെയുള്ള പല കാര്യങ്ങളും നമ്മൾ എന്തിനു മുമ്പ് ചെക്ക് ചെയ്യണം, സെക്കൻഡറി ഡാറ്റ യൂസ് ചെയ്യുന്നതിന് മുമ്പ് ചെക്ക് ചെയ്തിരിക്കണം. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. കാൽക്കുലേറ്റ് ദ റേഞ്ച് ആൻഡ് ക്വാർട്ടൈൽ ഡീവിയേഷൻ ഫോർ ദി ഫോളോയിങ് ഡാറ്റ. ക്ലാസസ് ആൻഡ് ഫ്രീക്വൻസിയാണ് തന്നിരിക്കുന്നത്. ക്ലാസസ് 13 to 17, 18 to 22, 23 to 27, 28 to 32, 33 to 37, 38 to 42, 43 to 47 and the frequencies are 5, 15, 28, 24, 17, 10 and 1. അപ്പോൾ നമ്മളിവിടെ ഡാറ്റ എടുത്ത് എഴുതിയിട്ടുണ്ട്, ക്ലാസ്സസും ഫ്രീക്വൻസി എഴുതിയിട്ടുണ്ട്. അപ്പോൾ ഇവിടുത്തെ ക്ലാസ്സസ് നോക്കിയാൽ അറിയാം, ദേ ആർ ഇൻക്ലൂസീവ് ക്ലാസ്സസ് അല്ലേ. ഇവിടെ 17 അവസാനിക്കുന്നു ആദ്യത്തെ ക്ലാസ്, അടുത്ത ക്ലാസ് തുടങ്ങുന്നത് 18 അപ്പം ദീസ് ആർ ഇൻക്ലൂസീവ് ക്ലാസ്സസ്. അപ്പോൾ അത്തരം കേസുകളിൽ നമ്മൾ ആദ്യം ആക്ച്വൽ ക്ലാസ്സുകൾ കണ്ടുപിടിക്കണം. അപ്പോൾ നമ്മൾ അടുത്തായിട്ട് എഴുതാൻ പോകുന്നത് ആക്ച്വൽ ക്ലാസ്സസ്.
ആക്ച്വൽ ക്ലാസ്സസ് ആണ് നമ്മൾ എഴുതുന്നത് ഈ തന്നിരിക്കുന്നതിന്. അപ്പോൾ ആക്ച്വൽ ക്ലാസ് എഴുതുക എന്ന് പറഞ്ഞാൽ ഇതിൻ്റെ ഗ്യാപ്പ് നോക്ക്. 17 ഇവിടെ അവസാനിക്കുന്നു, അടുത്തത് 18. അപ്പം 1ൻ്റെ ഗ്യാപ്പാണ് അല്ലേ. അപ്പോൾ അതിൻ്റെ ഹാഫ് എടുക്കുക, ദറ്റ് ഇസ് 0.5. ആ 0.5നെ എല്ലാ ലോവർ ലിമിറ്റുകളിൽ നിന്നും മൈനസ് ചെയ്യണം, അതേപോലെ എല്ലാ അപ്പർ ലിമിറ്റുകളോടും ആഡും ചെയ്യണം. അങ്ങനെയാണ് നമുക്ക് എന്ത് കിട്ടാൻ പോകുന്നത്? ആക്ച്വൽ ക്ലാസ്സസ് കിട്ടാൻ പോകുന്നത്. അപ്പോൾ ആദ്യം 13 ലോവർ ലിമിറ്റാണ്, 0.5 മൈനസ് ചെയ്യണം. അപ്പോൾ നമുക്ക് 12.5 എന്ന് കിട്ടുന്നു. ടു 17 എന്ന് പറയുന്നത് അപ്പർ ലിമിറ്റാണ്. അപ്പോൾ 17.5. അപ്പോൾ അങ്ങനെ അടുത്തത് 18 ഇസ് എ ലോവർ ലിമിറ്റ്. അപ്പം 0.5 മൈനസ് ചെയ്തു, 17.5. പിന്നെ 22.5 എന്ന് വരും. അടുത്തത് 22.5 ടു 27.5. ദെൻ ഇവിടെ 27.5 ടു 32.5. ദെൻ 32.5 to 37.5, then 37.5 to 42.5, and 42.5 to 47.5. അപ്പോൾ ഇങ്ങനെ നമ്മൾ ഇവിടെ എല്ലാം അതിൻ്റെ കറസ്പോണ്ടിങ് ആയിട്ടുള്ള ആക്ച്വൽ ക്ലാസ്സസ് എഴുതി വെച്ചു. അപ്പോൾ ഈ ആക്ച്വൽ ക്ലാസ്സസ് എഴുതി കഴിഞ്ഞാൽ നമ്മൾ ആദ്യത്തെ പാർട്ടായിട്ടുള്ള റേഞ്ച് എഴുതാം. അപ്പോൾ റേഞ്ച് ഓഫ് എ ഗ്രൂപ്പ്ഡ് ഫ്രീക്വൻസി ഡിസ്ട്രിബ്യൂഷൻ അല്ലെങ്കിൽ കണ്ടിന്യൂസ് സീരീസ് എന്ന് പറയാം ഈ ഡാറ്റേനെ. അപ്പോൾ റേഞ്ച് ഇസ് ഈക്വൽ ടു അപ്പർ ലിമിറ്റ് ഓഫ് ദി ലാസ്റ്റ് ക്ലാസ് മൈനസ് ലോവർ ലിമിറ്റ് ഓഫ് ദി ഫസ്റ്റ് ക്ലാസ്. അപ്പോൾ അതായത് 47.5 മൈനസ് 12.5 എന്നാണ് വരുന്നത്, വിച്ച് ഇസ് ഈക്വൽ ടു 35. അതായത് റേഞ്ച് എന്ന് പറയുന്നത് 35 ആണ്. ഓക്കെ, ഇനി നമുക്ക് അടുത്തതായിട്ട് ക്വാർട്ടൈൽ ഡീവിയേഷനൊക്കെ കണ്ടുപിടിക്കണം. അതിന് വേണ്ടിയിട്ട് നമുക്ക് വെറും ഫ്രീക്വൻസി പോരാ, നമുക്ക് ക്യുമുലേറ്റീവ് ഫ്രീക്വൻസികൾ കൂടി കണ്ടുപിടിക്കണം. അപ്പോൾ നമ്മൾ ഈ ഫ്രീക്വൻസികളെ സ്റ്റെപ്പായിട്ട് ആഡ് ചെയ്യുക, എന്നിട്ട് നമ്മൾ അവരെ ക്യുമുലേറ്റീവ് ഫ്രീക്വൻസി കണ്ടുപിടിക്കുന്നു. അപ്പോൾ ആദ്യത്തെ ഫ്രീക്വൻസി ക്യുമുലേറ്റീവ് ഫ്രീക്വൻസി 5 തന്നെ. പിന്നെ അടുത്തത് 5 + 15 ദറ്റ് ഈസ് 20 എന്ന് കിട്ടുന്നു. ദെൻ 20 + 28 48, 48 + 24 72, 72 + 17 89 വരുന്നു. 89 + 10 is 99, and 99 + 1 is 100. അപ്പോൾ ഇങ്ങനെ ക്യുമുലേറ്റീവ് ഫ്രീക്വൻസികൾ കിട്ടിക്കഴിഞ്ഞു. അപ്പോൾ നമുക്ക് ടോട്ടൽ ഫ്രീക്വൻസി ക്യാപിറ്റൽ N നോക്കാം, ദാറ്റ് വിൽ ബി 100. ഇനി നമുക്ക് ക്വാർട്ടൈൽ ഡീവിയേഷൻ കാൽക്കുലേറ്റ് ചെയ്യാം. ക്വാർട്ടൈൽ ഡീവിയേഷൻ കാണാനുള്ള ഫോർമുല Q3 - Q1 divided by 2 എന്നാണ്, where Q3 is the third quartile and Q1 is the first quartile. അപ്പോൾ നമ്മൾ ആദ്യം Q1 കാൽക്കുലേറ്റ് ചെയ്യാം. അപ്പോൾ Q1 കാൽക്കുലേറ്റ് ചെയ്യാനുള്ള ഫോർമുല ചെയ്യണമെങ്കിൽ Q1 ക്ലാസ് ആദ്യം ഐഡൻറ്റിഫൈ ചെയ്യണം. അപ്പോൾ Q1 ക്ലാസ് എന്ന് പറയുന്നത് ക്യാപിറ്റൽ N/4 ഒബ്സർവേഷൻ വരുന്ന ക്ലാസ്സാണ്. അപ്പോൾ നമുക്ക് 100/4 ദറ്റ് ഈസ് 25th ഒബ്സർവേഷൻ വരുന്ന ക്ലാസ്സിനെയാണ് നമ്മൾ എന്ത് പറയാൻ പോകുന്നത്? Q1 ക്ലാസ് എന്ന് പറയാൻ പോകുന്നത്. അപ്പോൾ 25th ഒബ്സർവേഷൻ വരുന്ന ക്ലാസ് അറിയാൻ വേണ്ടിയിട്ട് നമ്മൾ ക്യുമുലേറ്റീവ് ഫ്രീക്വൻസിയിൽ 25ഓ അതിൻ്റെ തൊട്ട് മുകളിലുള്ള ക്യുമുലേറ്റീവ് ഫ്രീക്വൻസി ഉണ്ടോ നോക്കുക. അപ്പോൾ 25 ഇല്ലേ, 25ൻ്റെ തൊട്ട് മുകളിലുള്ള ക്യുമുലേറ്റീവ് ഫ്രീക്വൻസി വന്നിട്ടുണ്ട്, ദാറ്റ് ഈസ് 48. അപ്പം ഈ ക്ലാസ് അല്ലേ, ഈ ക്ലാസ്സിനെയാണ് നമ്മൾ എന്ത് പറയുന്നത്? നമ്മൾ ഫ്രീക്വൻസി കൂടി ഉൾപ്പെടുത്തിയിട്ട് നമ്മൾ ഒരു റൗണ്ട് ചെയ്യുകയാണ്. ദിസ് ഇസ് അവർ Q1 ക്ലാസ്. ഓക്കെ, അപ്പോൾ Q1 ക്ലാസ് നമ്മൾ ഐഡൻറ്റിഫൈ ചെയ്ത് കഴിഞ്ഞു. ഇനി നമ്മൾ Q1 ഉള്ള ഫോർമുല എഴുതുകയാണ്. Q1 is equal to L1 plus N/4 minus M1 into C1 whole divided by F1. whole divided by L1 ബാധകമല്ല, ഇതിന് മാത്രം divided by F1, which is equal to, ഇവിടെ L1 എന്ന് പറയുന്നത് നമ്മൾ Q1 ക്ലാസ്സിൻ്റെ ലോവർ ലിമിറ്റാണ്, which is 22.5 plus N/4, capital N/4 is 25 മൈനസ് M1 എന്ന് പറയുന്നത് നമ്മൾ Q1 ക്ലാസ്സിൻ്റെ തൊട്ട് മുകളിലുള്ള ക്ലാസ്സിൻ്റെ ക്യുമുലേറ്റീവ് ഫ്രീക്വൻസി, വിച്ച് ഇസ് 20 ഇൻറ്റു C1 ഇസ് ദ ക്ലാസ് ഇൻ്റർവെൽ ഓഫ് ദി Q1 ക്ലാസ്. അപ്പോൾ ക്ലാസ് ഇൻ്റർവെൽ എന്ന് പറഞ്ഞാൽ 22.5 to 27.5 ആണ് നമ്മളെ ക്ലാസ്. അപ്പോൾ അതിൻ്റെ ഡിഫറൻസ് 27.5 മൈനസ് 22.5, അപ്പോൾ ദാറ്റ് ഈസ് 5 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യുക, ഡിവൈഡഡ് ബൈ F1. F1 is the frequency of the Q1 class, which is 28.
ദറ്റ് ഈസ് ഈക്വൽ ടു, ഇതിനെ നമുക്ക് സിംപ്ലിഫൈ ചെയ്യുമ്പോൾ നമുക്ക് കിട്ടുന്ന ആൻസർ 23.39 എന്നാണ്. ദിസ് ഇസ് 23.39. ഓക്കെ, ഇനി നമുക്ക് Q3 കണ്ടുപിടിക്കാം. Q3 കാണണമെങ്കിൽ നമുക്ക് 3n/4 ഒബ്സർവേഷൻ കിടക്കുന്ന ക്ലാസ് ആണ് നോക്കേണ്ടത്. 3n/4 ഒബ്സർവേഷൻ ഇസ് 3 × n/4 is 25 അല്ലേ. അപ്പം ദാറ്റ് ഈസ് ഈക്വൽ ടു 75. 75th ഒബ്സർവേഷൻ കിടക്കുന്ന ക്ലാസ്സിനെയാണ് നമ്മൾ Q3 ക്ലാസ് എന്ന് പറയുന്നത്. അപ്പോൾ അതിന് വേണ്ടിയിട്ട് നമ്മൾ 75ഓ അതിൻ്റെ തൊട്ടു മുകളിലുള്ള ക്യുമുലേറ്റീവ് ഫ്രീക്വൻസിയോ നോക്കി. അപ്പോൾ 75 ഇല്ല, അതിൻ്റെ തൊട്ടു മുകളിൽ നമുക്ക് 89 ആണ് കാണുന്നത്. അപ്പോൾ ആ വന്ന ക്ലാസ്സിനെ നമ്മളൊന്ന് റൗണ്ട് ചെയ്ത് വെക്കുകയാണ്. അതാണ് നമ്മളുടെ Q3 ക്ലാസ് വരുന്നത്. ദിസ് ഇസ് മൈ Q3 ക്ലാസ്. ഓക്കെ, അപ്പോൾ ഈ Q3 ക്ലാസ് ഉപയോഗിച്ചിട്ടാണ് നമ്മൾ Q3 കാൽക്കുലേറ്റ് ചെയ്യുന്നത്. ദ ഫോർമുല ഈസ് Q3 is equal to L3 plus 3n/4 minus M3 into C3 divided by F3, which is equal to, അപ്പോൾ നമ്മൾ Q3 ക്ലാസ് ഐഡൻറ്റിഫൈ ചെയ്തുകൊണ്ട് ആ ക്ലാസ്സിൻ്റെ ലോവർ ലിമിറ്റാണ് നമ്മളുടെ L3, ദറ്റ് ഈസ് 32.5 പ്ലസ് 3n/4 നമ്മൾ ഓൾറെഡി 75 എന്ന് കിട്ടിയിട്ടുണ്ട്, മൈനസ് M3 എന്ന് പറഞ്ഞാൽ ഈ ക്ലാസ്സിൻ്റെ തൊട്ടു മുകളിലുള്ള ക്ലാസ്സിൻ്റെ ക്യുമുലേറ്റീവ് ഫ്രീക്വൻസി വിച്ച് ഇസ് 72, ആൻഡ് C3 is the class interval of Q3 class which is also 5 divided by F3. F3 is the frequency of the Q3 class which is 70. That is equal to, ഇതിനെ സിംപ്ലിഫൈ ചെയ്യുമ്പോൾ നമുക്ക് 33.38 എന്നാണ് കിട്ടുന്നത്. 33.38 എന്നുള്ള വാല്യൂ കിട്ടി. അപ്പോൾ നമുക്ക് Q1 ഉണ്ട്, Q3 കിട്ടിക്കഴിഞ്ഞു. അപ്പോൾ അടുത്തതായിട്ട് നമുക്ക് ക്വാർട്ടൈൽ ഡീവിയേഷൻ കാൽക്കുലേറ്റ് ചെയ്യാം. അപ്പോൾ ക്വാർട്ടൈൽ ഡീവിയേഷൻ ഇസ് ഈക്വൽ ടു Q3 minus Q1 divided by 2, which is equal to Q3 is 33.38 minus Q1 is 23.39 whole divided by 2, and the answer is equal to 4.995. ഇതാണ് നമുക്ക് വേണ്ട ക്വാർട്ടൈൽ ഡീവിയേഷൻ. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, ഫൈൻഡ് ദ പെർസെൻറ്റൈൽ മെഷർ ഓഫ് കർട്ടോസിസ്. ഇവിടെ ക്ലാസ്സുകളും ഫ്രീക്വൻസീസും തന്നിട്ടുണ്ട്. ക്ലാസ്സുകൾ 0 to 10 മുതൽ 70 to 80 വരെ, ആൻഡ് ഫ്രീക്വൻസീസ് ആർ 7, 15, 20, 25, 24, 12, 8, 5 and 1. ഇത് വെച്ചിട്ട് നമ്മൾ എങ്ങനെയാണ് പെർസെൻറ്റൈൽ മെഷർ ഓഫ് കർട്ടോസിസ് കാൽക്കുലേറ്റ് ചെയ്യാൻ നോക്കാം. അപ്പോൾ പെർസെൻറ്റൈൽ കോഎഫിഷ്യൻ്റ് ഓഫ് കർട്ടോസിസ് അത് കാണാനുള്ള ഫോർമുല എന്ന് പറയുന്നത് ക്വാർട്ടൈൽ ഡീവിയേഷൻ ഡിവൈഡഡ് ബൈ P90, that is 90th percentile, മൈനസ് P10, that is 10th percentile. അപ്പം ക്വാർട്ടൈൽ ഡീവിയേഷൻ എന്താ നമുക്കറിയാം. ക്വാർട്ടൈൽ ഡീവിയേഷൻ ഇസ് Q3 മൈനസ് Q1 ഡിവൈഡഡ് ബൈ 2. അപ്പോൾ പെർസെൻറ്റൈൽ കോഎഫിഷ്യൻ്റ് ഓഫ് കർട്ടോസിസ് കാണണമെങ്കിൽ നമ്മൾ Q1 കാണണം, Q3 കാണണം, ആൻഡ് P10 ആൻഡ് P90 ഈ പെർസെൻറ്റൈൽസ് കൂടി കണ്ടുപിടിക്കണം. അപ്പോൾ നമുക്ക് ഓരോന്നായിട്ട് കണ്ടുപിടിക്കാം. അപ്പോൾ നമ്മൾ ഡാറ്റ ഇവിടെ എഴുതിയിട്ടുണ്ട്. അപ്പോൾ ക്വാർട്ടൈൽസ് എല്ലാം കണ്ടുപിടിക്കണമെങ്കിൽ നമുക്ക് ആദ്യം വേണ്ടത് ക്യുമുലേറ്റീവ് ഫ്രീക്വൻസി കണ്ടുപിടിക്കലാണ്. അപ്പോൾ നമ്മൾ ക്യുമുലേറ്റീവ് ഫ്രീക്വൻസി എഴുതുന്നു, അതായത് ഇവരെ ഫ്രീക്വൻസികളെ സ്റ്റെപ്പായിട്ട് ആഡ് ചെയ്യുന്നു. അപ്പോൾ ആദ്യം 15 plus 20, 35, 35 plus 25, 60 plus 24, 84, 84 plus 12, 96 plus 8, 104, 104 plus 5, 109, and 109 plus 1 is 110. അപ്പോൾ നമ്മളത് എഴുതി. അപ്പോൾ ടോട്ടൽ ഫ്രീക്വൻസി ക്യാപിറ്റൽ N is equal to 110. ഇനി നമുക്ക് Q1 കണ്ടുപിടിക്കാം, പിന്നെ Q3 കണ്ടുപിടിക്കാം അല്ലേ. അപ്പോൾ Q1 കണ്ടുപിടിക്കണമെങ്കിൽ ആദ്യം നമുക്ക് N/4 എന്താണെന്ന് നോക്കണം. അപ്പോൾ ക്യാപിറ്റൽ N/4 is 110 ഡിവൈഡഡ് ബൈ 4 ആണ്, വിച്ച് ഇസ് ഈക്വൽ ടു 27.5. 27.5 അതിൻ്റെ മുകളിലോ ഉള്ള ക്യുമുലേറ്റീവ് ഫ്രീക്വൻസിയാണ് നമ്മൾ ആദ്യം നോക്കേണ്ടത്. അപ്പോൾ നമ്മൾ ക്യുമുലേറ്റീവ് ഫ്രീക്വൻസി എഴുതിയിൽ 27.5നെക്കാട്ടും വലിയ ക്യുമുലേറ്റീവ് ഫ്രീക്വൻസി നോക്കി, ദാറ്റ് ഈസ് 35 അല്ലേ. അപ്പോൾ ഇത് വന്ന ക്ലാസ്സിനെയാണ് നമ്മൾ Q1 ക്ലാസ് എന്ന് പറയുന്നത്. അപ്പോൾ ദിസ് ഈസ് മൈ Q1 ക്ലാസ്. അപ്പോൾ Q1 ക്ലാസ് കിട്ടിക്കഴിഞ്ഞു.
ഇനി നമുക്ക് Q1 ഉള്ള ഫോർമുല എഴുതാം. Q1 is equal to L1 plus n/4 minus m1 into C1 divided by F1. That is equal to L1 എന്ന് പറയുന്നത് lower limit of the Q1 class which is 10. That is 10 plus n/4 is 27.5 minus m1 എന്ന് പറഞ്ഞാൽ ഈ ക്ലാസിൻ്റെ Q1 ക്ലാസിൻ്റെ തൊട്ടു മുകളിലുള്ള ക്ലാസിൻ്റെ cumulative frequency which is 15 into C1 is the class interval of the Q1 class which is 10. 10 to 20 അല്ലേ ക്ലാസ്, അപ്പോൾ ക്ലാസ് ഇൻ്റർവൽ is 10 divided by ഈ ഡിവൈഡഡ് ബൈ ഇവിടെ മാത്രമേ ഉണ്ടാവുള്ളൂ F1 is the frequency of the Q1 class which is 20. അപ്പോൾ ഇതിനെ സിംപ്ലിഫൈ ചെയ്യുമ്പോൾ നമുക്ക് വരുന്നത് 16.25 എന്നുള്ള വാല്യൂ ആണ്. ദാറ്റ് ഈസ് മൈ Q1. ഇനി നമുക്ക് കണ്ടുപിടിക്കേണ്ടത് Q3 ആണ്. അപ്പോൾ Q3 കണ്ടുപിടിക്കണമെങ്കിൽ നമ്മൾ ആദ്യം 3n/4 എന്താണെന്ന് കണ്ടുപിടിക്കണം. അപ്പം n/4 is 27.5, അപ്പോൾ 3 into 27.5 എന്നാണ് വരിക. അപ്പം 82.5 എന്ന് വരും. അപ്പം ഞാൻ എൻ്റെ ക്യുമുലേറ്റീവ് ഫ്രീക്വൻസിയിൽ 82.5നെക്കാട്ടും വലിയ ക്യുമുലേറ്റീവ് ഫ്രീക്വൻസി ഏതാണെന്നാണ് നോക്കുന്നത്. അപ്പോൾ ദാറ്റ് ഈസ് 84 എന്നിവിടെ കാണുന്നുണ്ട് അല്ലേ. അപ്പോൾ ആ ക്യുമുലേറ്റീവ് ഫ്രീക്വൻസി വന്ന ക്ലാസ്സിനെ നമ്മൾ റൗണ്ട് ചെയ്യുന്നു. ദാറ്റ് ഈസ് മൈ Q3 ക്ലാസ് അല്ലേ. അപ്പോൾ Q3 ക്ലാസ് കിട്ടിക്കഴിഞ്ഞു. അപ്പോൾ നമുക്ക് Q3 കാൽക്കുലേറ്റ് ചെയ്യാം. Q3 is equal to L3 plus 3n/4 minus m3 into C3 divided by F3. Okay, that is equal to L3 എന്ന് പറഞ്ഞാൽ lower limit of the Q3 class which is 30 plus 3n/4 is 82.5 minus m3 എന്ന് പറഞ്ഞാൽ Q3 ക്ലാസിൻ്റെ തൊട്ടു മുകളിലുള്ള ക്ലാസിൻ്റെ cumulative frequency which is 60. C3 is the class interval of the Q3 class which is 10 divided by F3 is the frequency of the Q3 class which is 24. ഇതിനെ സിംപ്ലിഫൈ ചെയ്യുമ്പോൾ നമുക്ക് വരുന്ന ആൻസർ 39.325 എന്നാണ്. അതാണ് നമുക്ക് Q3 കിട്ടുന്നത്. അപ്പോൾ Q1-ഉമായി Q3 ആയി. അപ്പോൾ നമുക്ക് ഇവിടുന്ന് ക്വാർട്ടൽ ഡീവിയേഷൻ കണ്ടുപിടിക്കാം. ക്വാർട്ടൽ ഡീവിയേഷൻ is Q3 minus Q1 divided by 2 which is equal to 39.325 minus 16.25 whole divided by 2 which is equal to 11.5625. ഇതാണ് നമുക്ക് ക്വാർട്ടൽ ഡീവിയേഷൻ കിട്ടിയിരിക്കുന്നത്. ഇനി നമുക്ക് പെർസെൻറ്റൈൽസ് കൂടി കാണണം. രണ്ട് പെർസെൻറ്റൈൽസ് P10 and P90 അല്ലേ. ഇനി 10th പെർസെൻറ്റൈൽ കാണണമെങ്കിൽ നമ്മൾ 10n/100th ഒബ്സർവേഷൻ ഏത് ക്ലാസ്സിലാണ് കിടക്കുന്നതെന്ന് നമുക്കറിയണം. ദറ്റ് ഈസ് n/10th ഒബ്സർവേഷൻ വിച്ച് ഈസ് 110/10 ഓർ 11th ഒബ്സർവേഷൻ. അപ്പോൾ നമുക്ക് നോക്കാം 11th ഒബ്സർവേഷൻ ഇവിടെ ഏത് ക്ലാസ്സിലാണ് കിടക്കുന്നതെന്ന്. അപ്പോൾ 11th ഒബ്സർവേഷൻ ഏത് ക്ലാസ്സിലാണെന്ന് കിടക്കുന്നത് എന്നറിയാൻ 11ഓ അതിൻ്റെ തൊട്ടു മുകളിലുള്ള ക്യുമുലേറ്റീവ് ഫ്രീക്വൻസിയാണ് നമ്മൾ നോക്കേണ്ടത്. അപ്പോൾ 11ൻ്റെ തൊട്ടു മുകളിലുള്ള ക്യുമുലേറ്റീവ് ഫ്രീക്വൻസി 15 ആണ്. അപ്പോൾ അത് ഫസ്റ്റ് ക്ലാസ് തന്നെയാണ് വന്നിരിക്കുന്നത്. അപ്പോൾ നമ്മൾ ആ ഫസ്റ്റ് ക്ലാസ്സിനെയാണ് നമ്മളിവിടെ മാർക്ക് ചെയ്ത് വെക്കുന്നത്. ദിസ് ഈസ് മൈ P10th ക്ലാസ്. അപ്പോൾ അത് വെച്ചിട്ട് നമുക്ക് എന്ത് ചെയ്യാം, P10 കണ്ടുപിടിക്കാം. അപ്പോൾ P10 കാണാനുള്ള ഫോർമുല എഴുതാം. P10 is equal to L10 എഴുതാം. നമ്മളിത് 10th പെർസെൻറ്റൈലാണ് കാണിക്കുന്നതെന്നുള്ളത് കൊണ്ടാണ് എല്ലാത്തിനും ഞാനൊരു 10 എന്ന് കൊടുക്കുന്നത്. L10 പ്ലസ് 10n/100 മൈനസ് m10 ഇൻറ്റു C10 ഡിവൈഡഡ് ബൈ F10. ഇങ്ങനെയാണ് നമ്മൾ എഴുതുന്നത്. ദറ്റ് ഈസ് ഈക്വൽ ടു ഇവിടെ L10 എന്ന് പറഞ്ഞാൽ ലോവർ ലിമിറ്റ് ഓഫ് ദാറ്റ് ക്ലാസ് P10th ക്ലാസ് വിച്ച് ഇസ് 0 പ്ലസ് 10n/100 ഇസ് 11 എന്ന് കിട്ടിയിട്ടുണ്ട് മൈനസ് m10 എന്ന് പറഞ്ഞാൽ നമ്മൾ P10th ക്ലാസ്സിൻ്റെ തൊട്ടു മുകളിൽ വരുന്ന ക്ലാസ്സിൻ്റെ ക്യുമുലേറ്റീവ് ഫ്രീക്വൻസിയാണ്. പക്ഷേ ഇവിടെ ഇതന്നെ ഫസ്റ്റ് ക്ലാസ് ആയതുകൊണ്ട് തന്നെ തൊട്ടു മുകളിൽ ക്ലാസ്സുകളില്ല. ദെർഫോർ ദാറ്റ് ക്യുമുലേറ്റീവ് ഫ്രീക്വൻസി വിൽ ബി 0 into C10. C10 means the class interval of the P10th class which is 10. into 10 ചെയ്തു ഡിവൈഡഡ് ബൈ F10. F10 is 15 അല്ലേ.
അപ്പോൾ ഇങ്ങനെയാണ് കിട്ടുന്നത്. ദാറ്റ് ഈസ് ഈക്വൽ ടു 110/15 വരും. ആൻഡ് ദ ആൻസർ ഇസ് 7.33. ഇതാണ് നമുക്ക് P10 കിട്ടുന്നത്. ഓക്കെ, ഇനി നമുക്ക് കണ്ടുപിടിക്കേണ്ടത് P90 ആണ്. 90th പെർസെൻറ്റൈലാണ് കണ്ടുപിടിക്കേണ്ടത്. അപ്പോൾ 90th പെർസെൻറ്റൈൽ വേണമെങ്കിൽ നമ്മൾ ആദ്യം 90n/100th ഒബ്സർവേഷൻ ഏതാണെന്നാണ് നോക്കേണ്ടത്. അപ്പോൾ 90n/100th ഒബ്സർവേഷൻ വിൽ ബി ഈക്വൽ ടു 90 × 110/100 അല്ലേ? ദാറ്റ് ഈസ് ഈക്വൽ ടു 99 എന്നാണ് വരുന്നത്. അപ്പോൾ നമുക്ക് 99th ഒബ്സർവേഷൻ വരുന്ന ക്ലാസ് ആണ് നമ്മളിവിടെ നോക്കേണ്ടത്. അപ്പോൾ 99th ഒബ്സർവേഷൻ വരുന്ന ക്ലാസ് എന്ന് പറഞ്ഞാൽ 99ഓ അതിൻ്റെ തൊട്ട് മുകളിലുള്ള ക്യുമുലേറ്റീവ് ഫ്രീക്വൻസിയോ ഏതാ നോക്കി. അപ്പോൾ ഇവിടെ നോക്കുമ്പോൾ 104 എന്ന് കാണുന്നുണ്ട് അല്ലേ? അപ്പോൾ അത് വന്ന ക്ലാസ് 50 to 60 എന്ന് പറയുന്ന ക്ലാസ് ആണ്. നമ്മളതിനെ റൗണ്ട് ചെയ്ത് വെച്ചു. ദാറ്റ് ഈസ് മൈ P90th ക്ലാസ്. അപ്പോൾ P90th ക്ലാസ് ഐഡൻറ്റിഫൈ ചെയ്തു. അപ്പോൾ P90 കാണാനുള്ള ഫോർമുല L90 പ്ലസ് 90n/100 മൈനസ് M90 ഇൻറ്റു C90 ഡിവൈഡഡ് ബൈ F90 ഇങ്ങനെയാണ് വരുന്നത് അല്ലേ? ദറ്റ് ഈസ് ഈക്വൽ ടു L90 എന്ന് പറഞ്ഞാൽ ലോവർ ലിമിറ്റ് ഓഫ് ദി P90th ക്ലാസ് വിച്ച് ഈസ് 50 പ്ലസ് നമുക്ക് 90n/100 ഓൾറെഡി അറിയാം 99 മൈനസ് M90 അതായത് P90 ക്ലാസ്സിൻ്റെ തൊട്ടു മുകളിലുള്ള ക്ലാസ്സിൻ്റെ ക്യുമുലേറ്റീവ് ഫ്രീക്വൻസി വിച്ച് ഇസ് 96. C10 is the class interval of P90th class which is 10 divided by F90. F90 is the frequency of P90th class which is 8. അപ്പോൾ ദിസ് ഇസ് ഈക്വൽ ടു 50 പ്ലസ് ഇതിനെ സിംപ്ലിഫൈ ചെയ്യുക. അങ്ങനെ സിംപ്ലിഫൈ ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് കിട്ടുന്ന ആൻസർ 53.75 എന്നാണ്. അപ്പോൾ നമുക്കിവിടെ 2 പെർസെൻറ്റൈൽസ് കിട്ടിക്കഴിഞ്ഞു. ഇനി നമുക്ക് പെർസെൻറ്റൈൽ കോഎഫിഷ്യൻ്റ് ഓഫ് കർട്ടോസിസ് കാണാം. അപ്പോൾ പെർസെൻറ്റൈൽ കോഎഫിഷ്യൻ്റ് ഓഫ് കർട്ടോസിസ് is equal to അതിൻ്റെ ഫോർമുല ക്വാർട്ടൈൽ ഡീവിയേഷൻ ഡിവൈഡഡ് ബൈ P90 മൈനസ് P10 ആണ് അല്ലേ? അപ്പോൾ നമുക്ക് ക്വാർട്ടൈൽ ഡീവിയേഷൻ കിട്ടിയിരിക്കുന്നത് 11.5625 എന്നാണ്. ഡിവൈഡഡ് ബൈ P90 നമുക്ക് വന്നിരിക്കുന്നത് 53.75 മൈനസ് P10 is 7.33. ഇതിനെ സിംപ്ലിഫൈ ചെയ്യുമ്പോൾ നമുക്ക് കിട്ടുന്ന ആൻസർ 0.249. അപ്പോൾ ഇതാണ് നമ്മളുടെ പെർസെൻറ്റൈൽ കോഎഫിഷ്യൻ്റ് ഓഫ് കർട്ടോസിസ്. അടുത്ത ക്വസ്റ്റ്യൻ, കൺസ്ട്രക്ട് ലാസ്പെയേഴ്സ്, പാർച്ചേസ് ആൻഡ് ഫിഷേഴ്സ് ഇൻഡെക്സ് നമ്പേഴ്സ് ഫോർ ദി ഫോളോയിങ് ഡാറ്റ. അപ്പോൾ ഇവിടെ ഐറ്റംസ് ABCD തന്നിട്ടുണ്ട്, പ്രൈസുകൾ തന്നിട്ടുണ്ട്, P0 തന്നിട്ടുണ്ട്, 9, 12, 8 and 6. അതിൻ്റെ ക്വാണ്ടിറ്റീസ് Q0 120, 90, 60, 40. പിന്നെ പ്രൈസസ് PK അതായത് കറണ്ട് ഇയർ പ്രൈസസ് തന്നിട്ടുണ്ട് 16, 14, 12 and 10. ക്വാണ്ടിറ്റീസ് തന്നിട്ടുണ്ട് QK 150, 100, 56 and 30. അപ്പോൾ ഇത് വെച്ചിട്ട് നമുക്ക് ലാസ്പെയേഴ്സ്, പാർച്ചേസ് ആൻഡ് ഫിഷേഴ്സ് ഇൻഡെക്സ് നമ്പർ 3 കണ്ടുപിടിക്കണം. അപ്പോൾ അതിന് വേണ്ടിയിട്ട് നമുക്ക് കുറച്ച് കാൽക്കുലേഷൻസ് ചെയ്ത് കണ്ടുപിടിക്കാനുണ്ട്. അപ്പോൾ ആദ്യത്തെ കാൽക്കുലേഷൻസ് നമുക്ക് Q0 P0 എന്ന് പറഞ്ഞിട്ടുള്ളൊരു കാൽക്കുലേഷൻ ആവശ്യമുണ്ട്. അതുമാതിരി നമുക്ക് വേണ്ടത് അടുത്തത് Q1 P0 കണ്ടുപിടിക്കണം. ദെൻ നമുക്ക് കണ്ടുപിടിക്കേണ്ട മറ്റൊരു കാൽക്കുലേഷൻ എന്ന് പറഞ്ഞാൽ Q0 P1 എന്ന് പറഞ്ഞൊരു കോളം വേണം. ദെൻ P1 അല്ല, നമ്മൾ QK കറണ്ട് ഇയർ പ്രൈസിന് നമ്മളിവിടെ ഇവിടെ തന്നിരിക്കുന്ന QK PK എന്നൊക്കെയാണ്. ദെൻ വി ഹാവ് ടു ഫൈൻഡ് QK ഇൻറ്റു PK. അപ്പോൾ ഇത്ര കോളങ്ങൾ നമ്മൾ കാൽക്കുലേറ്റ് ചെയ്തെടുക്കണം. അപ്പോൾ ആദ്യം നമുക്ക് ഇവിടെ Q0ഉം P0ഉം QKയും PK എല്ലാം ഉണ്ട്. അപ്പോൾ അവരെ മൾട്ടിപ്ലൈ ചെയ്തിട്ട് നമ്മൾ ഈ ഓരോ കോളങ്ങളും കണ്ടുപിടിക്കുകയാണ്. അപ്പോൾ ആദ്യം Q0 ഇൻറ്റു P0 ആണ് കാണുന്നത്. അപ്പോൾ അതിൻ്റെ വാല്യൂസ് എഴുതാം. Q0 ഇൻറ്റു P0 9 ഇൻറ്റു 120. അപ്പോൾ നമുക്ക് കിട്ടുന്നത് 1080. 12 into 90 which is again 1080. 8 into 60 480. 6 into 40 240 എന്ന് കിട്ടുന്നു. അപ്പോൾ ഇതിൻ്റെ സമ്മേഷൻ, അതായത് സമ്മേഷൻ Q0 P0 അത് ചെയ്യുമ്പോൾ നമുക്ക് കിട്ടുന്നത് 2880.
ഇങ്ങനെ ഓരോ കോളത്തിൻ്റെയും സമ്മും നമുക്ക് കാൽക്കുലേറ്റ് ചെയ്യണം. ഇനി അടുത്തത് ഞാൻ ചെയ്യുന്നത് ക്യു കെ ഇൻറ്റു പി നോട്ടാണ്. ദ വാല്യൂസ് ആർ ക്യു കെ, അതായത് 150 ഇൻറ്റു പി നോട്ട്, 150 ഇൻറ്റു 9, 1350, 100 ഇൻറ്റു 12, 1200, then 56 ഇൻറ്റു 8 ആണ് അടുത്തത് വരുന്നത്, 448, then we have 30 ഇൻറ്റു 6, 108. അപ്പോൾ ഇവരുടെ സം എടുക്കുമ്പോൾ സമ്മേഷൻ ക്യു കെ പി നോട്ട് ചെയ്യുമ്പോൾ നമുക്ക് വരുന്നത് 3178 ആണ്. സിമിലർലി നമ്മൾ ക്യു നോട്ട് പി കെ കാൽക്കുലേറ്റ് ചെയ്യണു. ദ വാല്യൂസ് ആർ 1920, 1260, 720 ആൻഡ് 400. അപ്പോൾ ഇവരുടെ സം എടുക്കുമ്പോൾ കിട്ടുന്നത് 4300 എന്നാണ്. ദെൻ അടുത്ത കോളം ക്യു കെ ഇൻറ്റു പി കെ ചെയ്യുമ്പോൾ കിട്ടുന്ന വാല്യൂസ് 2400, 1400, 672 ആൻഡ് 300. അവരുടെ സം എടുക്കുമ്പോൾ നമുക്ക് കിട്ടുന്നത് 4772. അപ്പോൾ ഈ കാൽക്കുലേഷൻസ് എല്ലാം ചെയ്ത ശേഷം വേണം നമ്മൾ ലാസ്റ്റ് പിയേഴ്സ്, പർച്ചേസ് ആൻഡ് ഫിഷേഴ്സ് ഇൻഡെക്സ് നമ്പർ കണ്ടുപിടിക്കാൻ വേണ്ടിയിട്ട്. അപ്പം നമ്മൾ ഇവിടെ എഴുതി വെക്കുന്നു. നമുക്ക് കിട്ടിയ സമ്മുകളൊക്കെ നമുക്കിവിടെ എഴുതി വെക്കാം. അപ്പോൾ ആദ്യം നമുക്ക് കിട്ടിയ സമ്മേഷൻ ക്യു നോട്ട് പി നോട്ട്, അത് നമ്മൾ ചെയ്തപ്പോൾ നമുക്ക് കിട്ടിയത് 2880 എന്നാണ്. പിന്നെ നമ്മൾ ചെയ്തത് സമ്മേഷൻ ക്യു കെ ഇൻറ്റു പി നോട്ടാണ്. അത് ചെയ്തപ്പോൾ നമുക്ക് കിട്ടിയത് 3178. ദെൻ സമ്മേഷൻ ക്യു നോട്ട് പി കെ എന്ന് ചെയ്തപ്പോൾ നമുക്ക് കിട്ടിയത് 4300 ആണ്. ആൻഡ് സമ്മേഷൻ ക്യു കെ ഇൻറ്റു പി കെ ചെയ്തപ്പോൾ വന്നത് 4772. ഇത്ര കാൽക്കുലേഷൻസ് നമ്മൾ ചെയ്ത് വെച്ചിട്ടുണ്ട്. ഇനി നമ്മൾ ലാസ്റ്റ് പിയേഴ്സ് ഇൻഡെക്സ് നമ്പറിൻ്റെ ഫോർമുല എഴുതുകയാണ്. അപ്പോൾ ലാസ്റ്റ് പിയേഴ്സ് ഇൻഡെക്സ് നമ്പർ അതൊരു വെയ്റ്റഡ് എഗ്രഗേറ്റീവ് ഇൻഡെക്സ് നമ്പറാണ്. അതായത് വെയ്റ്റുകളാണ് അവിടെ കൊടുക്കേണ്ടത്. അപ്പോൾ ലാസ്റ്റ് പിയേഴ്സ് ഇൻഡെക്സ് നമ്പറിന് നമ്മൾ വെയ്റ്റുകളായിട്ട് കൊടുക്കുന്നത് ബേസ് ഇയറിൻ്റെ ക്വാണ്ടിറ്റി ആയിട്ടുള്ള ക്യു നോട്ടാണ്. അപ്പം ദാറ്റ് ഈസ് സമ്മേഷൻ ക്യു നോട്ട് ഇൻറ്റു പി കെ ഡിവൈഡഡ് ബൈ സമ്മേഷൻ ക്യു നോട്ട് ഇൻറ്റു പി നോട്ട് ഇൻറ്റു 100. ഇതാണ് ലാസ്റ്റ് പിയേഴ്സ് ഇൻഡെക്സ് നമ്പർ എൽ കൊണ്ടാണ് ഡിനോട്ട് ചെയ്യുക. അതിനുള്ള ഫോർമുല ദാറ്റ് ഈസ് ഈക്വൽ ടു സമ്മേഷൻ ക്യു നോട്ട് പി കെ ദാറ്റ് ഈസ് 4300 നമ്മൾ കാൽക്കുലേറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട്, ഡിവൈഡഡ് ബൈ സമ്മേഷൻ പി നോട്ട് ക്യു നോട്ട് ദാറ്റ് ഈസ് 2800. ഇപ്പോൾ രണ്ട് വാല്യൂസ് ബൈ 2880 ആണ് ഇൻറ്റു 100 ഇതാണ് വരുന്നത്. ആൻഡ് ദ ആൻസർ ഇസ് 149.31. ഇതാണ് ലാസ്റ്റ് പിയേഴ്സ് ഇൻഡെക്സ് നമ്പർ കിട്ടുന്നത്. ഇനി നമുക്ക് പർച്ചേസ് ഇൻഡെക്സ് നമ്പർ എഴുതാം. പർച്ചേസ് ഇൻഡെക്സ് നമ്പർ ഇസ് ഓൾസോ എ വെയ്റ്റഡ് അഗ്രഗേറ്റീവ് ഇൻഡെക്സ് നമ്പർ. അതിലും വെയ്റ്റ് കൊടുക്കാൻ പോകുന്നത് കറണ്ട് ഇയറിൻ്റെ ക്വാണ്ടിറ്റീസാണ്. കറണ്ട് ഇയറിൻ്റെ ക്വാണ്ടിറ്റി ആയിട്ടുള്ള ക്യു കെ ആണ്. ഫോർമുല ഇസ് സമ്മേഷൻ ക്യു കെ പി കെ ഡിവൈഡഡ് ബൈ സമ്മേഷൻ ക്യു കെ പി നോട്ട് ഇൻറ്റു 100 എന്ന് വരുന്നു. അപ്പോൾ സമ്മേഷൻ ക്യു കെ പി കെ ഇസ് 4772 divided by summation QK P naught that is 3178 into 100. അപ്പോൾ നമുക്ക് കിട്ടുന്ന വാല്യൂ 150.16 ആണ്. ഇനി അടുത്തതായിട്ട് നമുക്ക് കാൽക്കുലേറ്റ് ചെയ്യേണ്ടത് ഫിഷേഴ്സ് ഇൻഡെക്സ് നമ്പറാണ്. ഫിഷേഴ്സ് ഇൻഡെക്സ് നമ്പർ കാണാനുള്ള ഒരു എളുപ്പ വഴി ലാസ്റ്റ് പിയേഴ്സിൻ്റെയും പർച്ചേസിൻ്റെയും വാല്യൂ കിട്ടിക്കഴിഞ്ഞാൽ ഫിഷേഴ്സ് ഇൻഡെക്സ് നമ്പർ ഇസ് റൂട്ട് ഓഫ് എൽ ഇൻറ്റു പി. അതായത് ഫിഷേഴ്സ് ഇൻഡെക്സ് നമ്പർ ഇസ് ദ ജോമെട്രിക് മീൻ ഓഫ് ലാസ്റ്റ് പിയേഴ്സ് ആൻഡ് പർച്ചേസ് ഇൻഡെക്സ് നമ്പർ ദറ്റ് ഈസ് ഈക്വൽ ടു റൂട്ട് ഓഫ് 149.31 into 150.16 and the answer is 149.78.